സ്വർഗത്തിൽ കൂടുന്ന സൗന്ദര്യവും ദുനിയാവിൽ കുറയുന്ന സൗന്ദര്യവുമാണ്. സൗന്ദര്യം 3 തരത്തിലുണ്ട്. 1 ഹസനത്ത്, 2 ജമാലിയത്ത്, 3 സീനത്ത്. അങ്ങനെ സൗന്ദര്യം 3 ഉണ്ട്. 1 ഹസനത്ത് ഭംഗി, 2 ജമാലിയത്ത് ചൊർക്ക്, 3 സീനത്ത് ഭംഗി. 3 ഭംഗിയാണ്, പക്ഷെ 3 വ്യത്യാസമുണ്ട്. ഹസനത്ത് എന്ന് പറഞ്ഞാൽ കിട്ടണില്ല. ഹസനത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്ക് ശരിയാണ്, ഇനി ഓൽക്ക് ശരിയാക്കിയാൽ മതി. ഹസനത്ത് എന്ന് പറഞ്ഞാല് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുമ്പോൾ കൂടുന്ന ഭംഗി. സീനത്ത് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുക്കുന്ന ഭംഗി. കൺമശക്കെട്ടിട്ട് ഉണ്ടാക്കണ ഭംഗിക്കാണ് സീനത്ത് എന്ന് പറയുന്നത്. ഒന്നും പറയാം. ഹസനത്ത് ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. ഇപ്പൊ ഈ മൊബൈല് കിട്ടിയേക്കിന് നല്ല ചൊറുക്കുണ്ടായിരുന്നു, കിട്ടിയേക്കിന് നല്ല ചൊറുക്ക. പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ ചൊറുക്ക് കുറഞ്ഞ് അങ്ങനെ വന്ന് ഇപ്പൊ ആണെങ്കിൽ കുട്ടിയൊക്കെ കളിക്കാനൊക്കെ കൊടുക്കും. അങ്ങനെയായി. കിട്ടിയന്ന് കുട്ടീനതിന്റെ അടുത്ത് കൂടെ വരാനായിക്കൂല, ചൊറുക്കൊണ്ട് അങ്ങനെ ഇരുന്നു. ആസ്വദിച്ചപ്പോൾ കുറഞ്ഞു. ഇപ്പൊ ഞാൻ വന്നപ്പോ നല്ല ചൊറുക്കുണ്ടായിരുന്നല്ലോ, കുറെ നേരം മൂത്ത് നോക്കിയപ്പോ മനസ്സിലായില്ലേ പല്ലൊന്ന് ചെരിഞ്ഞങ്ങാണ്ടാണ്. ഇതിനെയാണ് ഹസനത്ത് എന്ന് പറയണേ, ആസ്വദിക്കുമ്പോൾ കുറയുന്ന ഭംഗി. ജമാലിയത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുമ്പോൾ കൂടുന്ന ഭംഗിയാണ്. ഇന്നലെ കണ്ട ആളെ ഇന്ന് കാണുമ്പോ കുറച്ചും കൂടി ചൊറുക്ക് കൂടിയിട്ടുണ്ടാവും, അയാളെ മറ്റന്നാൾ കാണുമ്പോ വീണ്ടും ഭംഗി കൂടും. അങ്ങനെ ലോകത്ത് ഒരാൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഭംഗി ഹസനത്തും മുഹമ്മദ് നബിയുടെ ഭംഗി ജമാലിയത്തും. ആസ്വദിക്കുമ്പോൾ കൂടും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നലെ കണ്ട ഒരാള് ഇന്ന് കാണുമ്പോ കുറച്ചും കൂടി ചൊറുക്ക് കൂടിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഒന്നും കൂടി ഏറെ പറയാൻ കിട്ടും. നാളെ അയാൾ 10 കൊല്ലം നബി തങ്ങളെ നോക്കി നിന്നു. സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 കൊല്ലം നോക്കി. 10ാമത്തെ കൊല്ലം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ നബി തങ്ങൾ ചോദിച്ചു, എന്താ അനസേ ഇങ്ങനെ നോക്കണത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ ഇങ്ങയുടെ സൗന്ദര്യത്തെ ഞാനൊന്ന് ആസ്വദിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു. തീരൂല. ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബാലഗ് ബാലിഗും മിശറമ ഊതി ബിമാ ഫിൽ ബാലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാലഗൽ മുദ്ദാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ധാരാളമായി പറഞ്ഞു നോക്കി. ഫമാ ബലഗ, അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. മിശാറമൗതി, നബി തങ്ങൾക്ക് നൽകപ്പെട്ട ഭംഗിയുടെ 10,000-ൽ 1 ഭാഗം കൂടി പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. അതാണ് നബി തങ്ങളുടെ സൗന്ദര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസ്വദിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയാൽ നബി തങ്ങൾ മടങ്ങി വന്നതിന്റെ ശേഷം ആ സ്ഥലത്ത് ഞാൻ പോയി നോക്കൽ പതിവുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുമായിരുന്നില്ല. യാതൊരു അയ്ബുമില്ലാത്ത മനുഷ്യൻ, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിൽ നബി തങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലെ ഏറ്റവും ആകർഷണീയമായ സ്ഥലത്താണ് ഇരിക്കുക. ഒരു ഹാളില്, ഒരു സിറ്റ് ഔട്ടില്, ഒരു ലിവിംഗ് റൂമിൽ നബി തങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒറ്റ നോട്ടത്തിൽ കാണുന്ന കസാല ഏതാ വെച്ചാൽ അതിലായിരിക്കുക. നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് ചെന്നാൽ വരെ വാതിലിന്റെ മുക്കിലായിരിക്കുക. അതാണ് നമ്മളും നബി തങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യത്തിന്റെ എല്ലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകള് വിശാലമായ കണ്ണുകളാണ്. കണ്ണിന്റെ വെളുപ്പ് അതിശക്തവും അതിന്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് അതിശക്തവുമായിരുന്നു. പുരുഷന്മാർക്ക് ഒരു വൃത്തത്തിന്റെ 1/4 ഭാഗമാണ് കാണാൻ വേണ്ടി പറ്റുക. ആണുങ്ങൾക്ക് ഒരു വൃത്തത്തിന്റെ 1/4 ഭാഗം 90 ഡിഗ്രിയാണ് കാണാൻ വേണ്ടി കഴിയുക. ഇത്ര ഭാഗം. സ്ത്രീകൾക്ക് ഒരു വൃത്തത്തിന്റെ പകുതി കാണും, 180 ഡിഗ്രി കാണും, ഒരു വട്ടത്തിന്റെ പകുതി. പെരയില് നമുക്ക് പല സാധനവും കാണാനില്ലാതായിട്ട് ആണുങ്ങൾ എത്ര തെരഞ്ഞാലും കിട്ടൂല, പെണ്ണുങ്ങൾ തെരഞ്ഞാൽ വേഗം കിട്ടും. കാരണം അവർക്ക് കാഴ്ച കൂടുതലാണ് സ്ത്രീകൾക്ക്. പുരുഷന്മാര് വണ്ടി ഓടിച്ചാൽ ഉണ്ടാക്കണ അത്ര അപകടം പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഉണ്ടാക്കൂല. കാരണം കാഴ്ച വളരെ കൂടുതലായിരിക്കും. സ്ത്രീകൾക്ക് കാഴ്ച കൂടുതലാണ് ആണുങ്ങൾക്ക് 180 ഡിഗ്രി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ച 360 ഡിഗ്രിയാണ്, ഒരു വൃത്തം മുഴുവനുമാണ്. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ പരമാവധി പുസ്തകത്തിന്റെ കാല് കാണാണ്ട് ഇപ്പുറത്ത് ഇപ്പോ ഈ പ്രസംഗപീഠം കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് കാണൂല. മുഹമ്മദ് നബിക്ക് അതിന്റെ അപ്പുറത്തേക്ക് കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ് കാഴ്ച. നബി തങ്ങളുടെ കേൾവിക്ക് വലിയ പ്രത്യേകതയുണ്ട്. ലക്ഷണമൊത്ത ചെവിയാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മളെ ഈ ചെവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പൊറാട്ടന്റെ മയത്തൊരു സാധനമാണല്ലോ. ഇതുകൊണ്ട് ചപ്പിയാൽ പൊറാട്ട തന്നെയാണ്. ഇതിന്റെ ഓരോ ഭാഗങ്ങളും അതിസൂക്ഷ്മമായി ഒരേപോലെയാണ് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചെവിയും. കറുത്ത മുടികളുണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ കറുത്ത മുടികൾക്കിടയിലൂടെ നബി തങ്ങളുടെ ചെവിയുടെ തിളക്കം കാണാമായിരുന്നു. വെള്ളയിൽ തങ്ക നിറം കയറിയ ചെവിയാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോന്നും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം നീളമുള്ളതും അഗ്രം നേരിയ വളവുള്ളതുമായ വിശാലമായ മൂക്കാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടുകൾ വലിയ ചുണ്ടുകളായിരുന്നു. എപ്പോഴും ചിരിക്കുന്നത് പോലെ തോന്നാറുണ്ടായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിശാലമാണ്. നബി തങ്ങളുടെ തല അല്പം വലിപ്പമുള്ള തലയായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഒത്ത ശരീരമാണ്. ഒരു തടിയുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റൂല. എന്നാ ഒരു മെല്ലിച്ച ആളാണോ അതും പറയാൻ കഴിയൂല. അതാണ് ഒത്ത ശരീരം. സവാ അൽ ബത്നി വസ്സദ്രി, നബി തങ്ങളുടെ വയറും നെഞ്ചും ഒരുപോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ കുമ്പണ്ടായിരുന്നില്ലാന്ന്. ജിമ്മിന് പോയിട്ടല്ല, പോകാതെ തന്നെ. അങ്ങനെയാണ്. സൗന്ദര്യത്തിന്റെ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിയിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണതിനനുസരിച്ച് കൂടും. ഉറങ്ങുമ്പോൾ നെറ്റിത്തടം വിയർക്കൽ പതിവുണ്ടായിരുന്നു. ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരിക്കൽ നബി തങ്ങൾ ഉറങ്ങി. നബി തങ്ങളുടെ ഭാര്യ ഉമർ റളിയല്ലാഹുവിന്റെ മകൾ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരിക്കൽ ഉറങ്ങി. ഉറങ്ങിയപ്പോൾ നെറ്റിത്തടം വിയർത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ അതിങ്ങനെ വടിച്ചെടുത്തിട്ട് കുപ്പിയിലായി സൂക്ഷിച്ചു വെച്ച് സുഗന്ധമായി ഉപയോഗിച്ചു. നബി തങ്ങളുടെ വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നു. കസ്തൂരിയേക്കാൾ സുഗന്ധം അതിനുണ്ടെന്നാണ്. കസ്തൂരിയുടെ സുഗന്ധം എന്ന് പറഞ്ഞാൽ 6000 ചതുരശ്ര കിലോമീറ്ററാണ്. നബി തങ്ങൾ ഒരു വഴിയിലൂടെ പോയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം കൊണ്ട് ആ വഴി തിരിച്ചറിയൽ പതിവുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 100-ലധികം വയസ്സ് ജീവിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ 110-ാമത്തെ വയസ്സിലും മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ അതിന് റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നു. 10 വയസ്സിൽ താഴെയുള്ള സമയത്തൊരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു. കാരണം നമ്മള് കൈ ഇങ്ങനെ വരുതിയിട്ട് വാസന ചോക്കിയാകലേ കോഴിക്കൂട്ടില് തലട്ടമായിട്ടുണ്ടാവും.
മുഹമ്മദ് നബി നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മക്ക് ചെവി എന്ന് പറഞ്ഞ ഈ സാധനം തന്നതിന്റെ ശേഷം ചെവി കൊണ്ട് കേട്ട ഏറ്റവും വൃത്തികെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ്. ഈ ചെവി കൊണ്ട് നമ്മൾ ഈ ദുന്യാവിൽ വന്നിട്ട് കുറെ അഭിപ്രായം കേട്ടിട്ടുണ്ടല്ലോ. ആ അഭിപ്രായങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ്. അപ്പൊ നബിതങ്ങളുടെ സൗന്ദര്യത്തെയാണ് ജമാലിയത്ത് എന്ന് പറയുന്നത്. സ്വർഗത്തിൽ എല്ലാവർക്കും അതാണ്, കൂടിക്കൊണ്ടിരിക്കും. ഇന്നലെ കണ്ട കുഞ്ഞാമീനെ സ്വർഗത്തിൽ വെച്ച് ഇന്ന് കണ്ടാൽ ചെറുക്ക് കൂടിയിട്ടുണ്ട്. അങ്ങനെ സ്വർഗത്തിൽ സൂക്കുൽ ജുമുഅ എന്ന് പറയുന്ന ഒരു അങ്ങാടി ഉണ്ടെന്ന് മിഷ്കാത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂക്കുൽ ജുമുഅ, വെള്ളിയാഴ്ച ചന്ത. പുരുഷന്മാര് മാത്രമാണ് ചന്തക്ക് പോകുക, സ്ത്രീകൾ പോകൂല. അങ്ങനെ പുരുഷന്മാര് ചന്തയിൽ ചെല്ലും. ആ ചന്തയുടെ പ്രത്യേകത ഒന്നും വിൽക്കാനുമില്ല, ഒന്നും വാങ്ങാനുമില്ല. അതാണ്, അവിടെ ഒന്നും വിൽക്കണില്ല, ഒന്നും വാങ്ങണമില്ല. പിന്നെന്താ, മേപ്പിട്ടോക്ക് തന്നെ അല്ല, ഒന്നുമില്ല. വേറെ ഒന്നുമില്ല, വെറുതെ മേപ്പിട്ടോക്കാൻ പോണ ഒരു ചന്ത ഉണ്ട് സ്വർഗത്തിലെ സൂക്കുൽ ജുമുഅ. കുറെ നേരം മേപ്പിട്ടോക്ക് ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന അവസാനം ഒരു പൊടിക്കാറ്റുണ്ടാവും, വലിയൊരു കാറ്റ്. ആ പൊടിക്കാറ്റ് കണ്ണുകൂടി മൂക്കുകൂടിയൊക്കെ കയറും, ശരീരത്തിലൊക്കെ ആകും. അതോടുകൂടെ ചന്ത കഴിഞ്ഞു. പൊടിക്കാറ്റ് അടിച്ചാല് ചന്ത പിരിഞ്ഞു. പിന്നെ എല്ലാവരും വീട്ടിക്ക് പോകും. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വാതിൽക്ക് ചെന്നിട്ട് ഇങ്ങനെ മുട്ടും. സ്വർഗത്തിലാണ് ഈ പറഞ്ഞ വർത്താനം കേട്ടോ. അപ്പോ ഭാര്യ മറിയാമ്മ ഇങ്ങനെ വന്നിട്ട് വാതിൽക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും. അല്ല മനുഷ്യ, നിങ്ങളെന്നല്ലപ്പാ വന്നിക്കണത്, നിങ്ങളെന്നെയാണ്, പക്ഷെ പോയപ്പോ ഇങ്ങനല്ലല്ലോ എന്നാണ്. പൊടിക്കാറ്റ് കൊണ്ടിട്ട് ചൊറുക്ക് മാറിയിട്ടാണ് ആള് വന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ചൊറുക്ക് മാറ്റി കൊടുക്കും. അപ്പോഴാണ് മൂപ്പര് ഔത്തുക്ക് നോക്കണത്. റംലോ, ഇജന്നല്ലേ അത്, ഞാൻ പോയപ്പോ അങ്ങനല്ലല്ലോന്ന്. മൂപ്പത്തേരുടെയും ഭംഗി മൂപ്പര് ചന്തക്ക് പോയി വന്നപ്പോത്തിന് മാറിയിട്ടുണ്ട്. ഇതാണ് വർദ്ധിക്കുന്ന ഭംഗി സ്വർഗത്തിലെല്ലാവർക്കും. അപ്പൊ അവരും അവരുടെ ഭാര്യ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഭാര്യ തന്നെയാണ്, പക്ഷെ ഈ പറഞ്ഞ കോലത്തിലാണ്. ഇവിടുത്തെ ഭർത്താവ് തന്നെയാണ്, ഈ പറഞ്ഞ കോലത്തിലാണ്. ഓളന്നെ അവിടെ ഉണ്ടാകുക. എന്നാ ഇപ്പൊ സ്വർഗം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തീരുമാനിക്കണ്ടാന്ന്. പല്ലൊക്കെ തട്ടി നിർത്തി നേരാക്കി, കളറൊക്കെ വെളുപ്പിച്ച് തടിയൊക്കെ പാകത്തിനാക്കിയിട്ട് തന്നെ തരിക. വർദ്ധിക്കുന്ന ഭംഗി. പിന്നെ ഭംഗി കുറക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്, അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് പ്രായമാകുന്നതിനനുസരിച്ച് ഭംഗി കുറയുണ്ടല്ലോ. കയ്യിപ്പോ പഴയത് തന്നെയല്ലേ, കാലും പഴയതാണ്, കണ്ണും പഴയതാണ്, ചെവിയും പഴയതാണ്, മൂക്കും പഴയതാണ്, പല്ലും പഴയതാണ്. എന്നാ ഭംഗി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താ പോയത്? ഭംഗി കുറക്കുന്ന കുറെ സാധനം ഉണ്ട്. ഒന്ന് മലം, മൂത്രം. സ്ത്രീകൾക്ക് മെൻസസ് രക്തം. സ്ത്രീകളാണ് പെട്ടെന്ന് ഭംഗി കുറയുക, പുരുഷനേക്കാൾ പെട്ടെന്ന് ഭംഗി കുറയും സ്ത്രീകൾ. ഇങ്ങനെ വിയർപ്പ്, ഇങ്ങനെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറെ സാധനങ്ങളുണ്ട്. ഈ സാധനം ഒന്നും സ്വർഗത്തിലില്ല, അതുകൊണ്ട് ഭംഗി കുറയില്ല. സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് വായിൽ ഉമിനീരില്ല, മൂക്കിൽ മൂക്കട്ടയില്ല, ചെവിയിൽ ചെവിക്കായമില്ല. വിയർപ്പില്ല എന്ന് പറയാമെങ്കിലും ഒരു ചെറിയ വിയർപ്പുണ്ട്. അത് ഭക്ഷണം കഴിച്ചാൽ ഒരു വിയർപ്പുണ്ടാവുമെന്നാണ്. ഔദ്യോഗിക ഭക്ഷണം രാവിലെയും വൈകുന്നേരവും ബുക്കറത്തൻ വാശിയ ഭക്ഷണം കഴിച്ചാൽ ഒന്ന് വിയർക്കും. വിയർക്കുന്നതോടുകൂടി കഴിച്ച ഭക്ഷണം ആമാശയത്തിന്റെ ഭാഗമായി മാറും. ആ ഭക്ഷണം പിന്നെ ശരീരത്തിൽ നിലനിൽക്കൂല. ആ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അതുകൊണ്ട് ഇതേ ഭാര്യയും ഇതേ ഭർത്താവും. പിന്നെ ഞാൻ പറയാനുള്ളത് സീനത്തിനെ കുറിച്ചാണ്. ആർട്ടിഫിഷ്യൽ ഭംഗി, ഉണ്ടാക്കിയെടുക്കുന്ന ഭംഗി, അതും ആവശ്യമുണ്ട്. സീനത്ത് ആവശ്യമുണ്ട്. 3 ഘടകങ്ങളാണ് ഭംഗിയെ ഉണ്ടാക്കുന്നത്. ചെറുക്ക് കൂട്ടാൻ പറ്റും, ചെറുക്ക് കൂട്ടിയേക്കാനും കുറച്ചേക്കാനൊക്കെ പറ്റും. എങ്ങനെ കൂട്ടുക? 3 സാധനം കൂട്ടിയാൽ ഭംഗി കൂടും, അത് കുറച്ചാൽ ഭംഗി കുറയും. ഭംഗിയുടെ അടിസ്ഥാനങ്ങൾ 3 1 സംസാരം, 2 സംസ്കാരം, 3 സ്വഭാവം. അത് 3 ഭംഗി.
തൊലിവെളുപ്പ് സൗന്ദര്യമല്ല, സൗന്ദര്യത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം മാത്രമാണ്. സ്വഭാവവും സംസാരവും നന്നാക്കിയാൽ തൊലിവെറുപ്പിനെ മറികടക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെളുപ്പുകൊണ്ട് മാത്രമൊന്നല്ല ആണുങ്ങൾ പെണ്ണുങ്ങളിൽ വിൽക്കണത് എന്ന്. പിന്നെന്തുകൊണ്ടാ? വർത്താനം കൊണ്ടാ വീണേ. ഭംഗിയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് സംസാര ഭംഗിയാണ്, രണ്ടാമത്തേത് സംസ്കാര ഭംഗിയാണ്, മൂന്നാമത്തേത് സ്വഭാവ ഭംഗിയാണ്. ഇത് മൂന്നും ശരിയാക്കിയാൽ ഭംഗി കൂടും. സംസാരം നേരാക്കിയാൽ ഭംഗി കൂടും, സ്വഭാവം നന്നാക്കിയാൽ ഭംഗി കൂടും. നല്ല തൊലിവെളുപ്പുള്ളൊരു പെണ്ണാണ്. ഭർത്താവ് പേരേക്കാൻ ചെല്ലുമ്പോൾ മോന്തമ്മക്ക് ഒരൊറ്റ ചാട്ടം കണ്ട് ചാടുമെങ്കിൽ പിന്നെ തൊലിവെളുപ്പുകൊണ്ട് എന്താ കാര്യം? സ്വഭാവം നന്നാക്കിയാൽ ഭംഗി കൂടും, സംസാരം നന്നാക്കിയാലും കൂടും. സംസ്കാരം എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം തുടങ്ങി വസ്ത്രധാരണം തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കുമാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. നടത്തം നേരാക്കുക, ഇരുത്തം നേരാക്കുക, ഒക്കെ മുത്തുനബിനെ പോലെ ആക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭംഗി കൂടുതലായിരിക്കും. അതാണ് സംഗതി. ജീവിതത്തിൽ ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ കൈ കെട്ടൂല, കെട്ടുകയാണെങ്കിൽ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ. നബി തങ്ങൾ ബാക്കിലേക്ക് കൈ കെട്ടാറില്ല സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ജീവിതത്തിലൊരിക്കലും എന്നാ ഞാനീ പറഞ്ഞ കേട്ടോ, ജീവിതത്തിലൊരിക്കലും നബി തങ്ങൾ ബാക്കിലേക്ക് കൈകെട്ടിയിട്ടില്ല. എന്താ ബാക്കിലേക്ക് കൈകെട്ടിയാല്? ബാക്കിലേക്ക് കൈകെട്ടുന്നത് ഇയാൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയായി വായിക്കപ്പെടുന്ന കാര്യമാണ്. ഒരു കമ്പനിയിലെ ഇന്റർവ്യൂവിന് എന്നാൽ കൈ ബാക്ക് കെട്ടി നിന്നാൽ പാസ്സാവൂല. എന്താ കാരണം? ഇയാൾ എന്തോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമായി ബാക്കിലേക്ക് കൈകെട്ടുന്നതിനെ എടുക്കും. എന്നാൽ നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു പ്രവർത്തനം നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് നടത്തം, എങ്ങനെയാണ് ഇരുത്തം, എങ്ങനെയാണ് കിടത്തം, എങ്ങനെയാണ് ഉറക്കം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ സംസ്കാരം. എങ്ങനെയാണ് വസ്ത്രധാരണം, ചെരുപ്പ് എങ്ങനെയാണ്, നഖം മുറിക്കലുണ്ടോ, താടിമീശ നേരാക്കലുണ്ടോ, മുടി വാർന്നിടലുണ്ടോ, ഇതൊക്കെയാണ് സംസ്കാരങ്ങൾ. ഇതൊക്കെ നേരാക്കിയാൽ നേരാവും. സീനത്ത്, ആർട്ടിഫിഷ്യൽ ഭംഗി കൂടുതലായി ചെയ്യേണ്ടത് സ്ത്രീകളാണ്. എന്തുകൊണ്ട്? പുരുഷനും സ്ത്രീയും ഭംഗിയിൽ ഒരു വ്യത്യാസമുണ്ട്. പുരുഷന്റെ ഭംഗി അടുക്കും തോറും കൂടുന്നതും സ്ത്രീയുടെ ഭംഗി അകലും തോറും കൂടുന്നതുമാണ്. ആണുങ്ങളെ ഭംഗി അടുക്കുന്നതിനനുസരിച്ച് കൂടും. 4 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മേലെ ഒരു വെള്ളത്തുണി തിരുമ്പി തോരട്ടത് കണ്ടാല് നമ്മളാരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൂല. അതേ സമയത്ത് അതൊരു മഞ്ഞ മാക്സി ആണെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവില്ല. എന്തേ? ദൂരം കൂടുന്നതിനനുസരിച്ച് സ്ത്രീകൾക്ക് ഭംഗി കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകേണ്ട മനുഷ്യന്മാരെ, നിങ്ങൾ ഇവിടുത്തേരനല്ലേ, മലപ്പുറത്തേരല്ലേ? ദൂരം കൂടുന്ന ജ്വല്ലറിയുടെ പരസ്യമായി ദൂരെയാണ് വെക്കുക. എന്താ കാരണം? അതിൽ സ്ത്രീയാണ് ഉണ്ടാവുക. സ്ത്രീകൾ അകലത്തിൽ ഭംഗി കൂടുതലാണ്, അടുക്കും തോറും ഭംഗി കുറയും. അതിനാൽ അടുക്കുന്നതിനനുസരിച്ച് അവർ മേക്കപ്പ് ചെയ്യേണ്ടി വരും. ഏറ്റവും അടുത്തേക്ക് വരെ എവിടെയാണ്? ബെഡ്റൂമില്. അതുകൊണ്ട് ഏറ്റവും നന്നായി മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്കാണ്. മനസ്സിലാവുണ്ടോ? സാധാരണ സ്ത്രീകൾ എപ്പോഴാ മേക്കപ്പ് ചെയ്യാൻ? മരിച്ചെടുത്ത് പോകുമ്പോ മയ്യത്തേറ്റ നീച്ചങ്ങാണ്ട് എന്തേലും പറഞ്ഞാലോ എന്ന് എഴുതിയിട്ട് അവിടെ എല്ലാം മേക്കപ്പ് വേണം. മേക്കപ്പ് എവിടെ? അതാണ് സീനത്ത്. ആർട്ടിഫിഷ്യൽ ഭംഗി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് ബെഡ്റൂമിലേക്കാണ്. ഈ ആണുങ്ങള് ഇങ്ങനെ പല സ്ഥലത്തും പോകും. റെയിൽവേ സ്റ്റേഷനില്, അതുപോലെ എയർപോർട്ടില്, അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോ പല ജാതി പെണ്ണുങ്ങളെയും കാണും, പല ഐറ്റും കാണും. ലാമിനേഷൻ ചെയ്തതും ലാമിനേഷൻ ചെയ്യാത്തതും ഇങ്ങനെയൊക്കെയുള്ള പല ടൈപ്പും കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കും, എനിക്ക് എന്റെ പെരയിൽ എന്റെ പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്
പെരേക്ക് ഇങ്ങനെ വരികക്കാരം, പല്ല് തേച്ചിട്ടില്ല, തിരുമ്പിയപ്പോ പാത്രം കഴിയപ്പോഴുള്ള മാക്സി നെയ്റ്റ് മാറ്റിയിട്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് നന്നായിട്ട് ഒരുങ്ങണം. ദൂരാവുമ്പോ പ്രശ്നമില്ല സ്ത്രീകൾ. അതേസമയത്ത് പുരുഷൻ അടുത്തേക്ക് വരുമ്പോൾ ഭംഗി കൂടുതലാണ് ഉണ്ടാവുക. അത് കരുതിയിട്ട് ആണുങ്ങൾ പല്ലേക്കണ്ടെന്നൊന്നും ഈ പറഞ്ഞതിൽ അർത്ഥമല്ല കേട്ടോ. സാധാരണ പല്ലൊക്കെ തേച്ച് മോറൊക്കെ ഒന്ന് കഴുകി കാലൊക്കെ തേച്ചുറച്ച് കഴുകിയാൽ തന്നെ മതിയാവും എന്നർത്ഥം. അല്ലാതെ ലിപ്സ്റ്റിക്കും കൺമഷൊന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ കൂടുതൽ ഒരുങ്ങേണ്ടി വരും. സ്ത്രീകൾ അകലത്തിൽ നിന്നാണ് ആകർഷിക്കപ്പെടുന്നത്, പുരുഷൻ അടുത്ത് നിന്നാണ് ആകർഷിക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ഹും അസ്വാജു എന്ന് പറഞ്ഞ അസ്വാജ്.